സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷയിൽ ആശങ്ക ഒഴിയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി ഇന്നലെ രാത്രി തകർന്നു. ഡെന്റൽ കോളേജിനോട് ചേർന്ന സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. മുൻപേ പരാതി ഉയർന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാരിൽ ഒരാൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇത് 2 ദിവസം മുമ്പ് ഇവിടുത്തെ മീഡിയ വരെ ഇത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ഇതിനെപ്പറ്റി അത്ര ഒരു പരിഗണിച്ചില്ല. ഇത് നിങ്ങൾക്ക് കണ്ടറിയില്ലേ, ഈ മൊത്തം മതിലും കൂടെ തള്ളി നിൽക്കുക. കേഷ്യാലിറ്റി മുതൽ ഇവിടെ വരെ എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലുള്ളത്. പല പ്രാവശ്യം പരാതി പെട്ടു. ഒരു 10 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതിനെ എല്ലാവരും അവഗണിച്ചത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ആരോഗ്യരംഗത്തെ പൊതുവിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ കുറേ ദിവസങ്ങളായി പറയുന്നുണ്ട്. പല ആശുപത്രികളുടെയും പ്രശ്നങ്ങൾ, കെട്ടിടങ്ങളുടെ അരക്ഷിതാവസ്ഥ, ഇതെല്ലാം പറയുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇതും അല്ലേ? വിശദവിവരങ്ങൾ എന്തൊക്കെ ഷഹീദ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി അത് മാത്രമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ആരോഗ്യ രംഗത്തുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ്, ആശുപത്രികൾ, കെട്ടിടങ്ങൾ, അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചൊക്കെ വലിയ ഭീഷണി, കോട്ടയം അപകടമൊക്കെ നമ്മൾ കണ്ടതാണ്. മെഡിക്കൽ കോളേജിലും അവിടുത്തെ കേഷ്യാലിറ്റി പ്രവർത്തനം താളം തെറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായത്. അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഡെന്റൽ കോളേജിന് സമീപമുള്ള കേഷ്യാലിറ്റിക്കും ഡെന്റൽ കോളേജിനും ഇടയിലുള്ള ഈ ചുറ്റുമതിൽ സംരക്ഷണ ഭിത്തി അത് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സംഭവമുണ്ടായി. തൊട്ട് താഴെ വാഹനങ്ങളുണ്ടായിരുന്നു. വാഹനങ്ങളുടെ മുകളിലേക്കാണ് വീണത്. വാഹനങ്ങളിൽ നിന്നും യാത്രക്കാർ അല്പസമയം മുമ്പ് ഇറങ്ങിപ്പോയത് കൊണ്ട് അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് കാര്യം നമുക്കിപ്പോൾ ങ്ങളിൽ കാണാൻ കഴിയും. അതായത് ഈ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം, തകർന്ന മതിലിൻ്റെ തുടർച്ചയായുള്ള ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലാണ്. ഏത് നിമിഷവും പുറത്തേക്ക് റോട്ടിലേക്ക് മറിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ്. വലിയ കൂറ്റൻ മരങ്ങൾ അപ്പുറത്തുണ്ട്. അതിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകും. അതിൻ്റെ വേരുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. തൊട്ടപ്പുറത്ത് മണ്ണ്, മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ആ ഭാഗത്ത് മതിലിനോട് ചേർന്ന് അപ്പുറത്ത് മണ്ണ് നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാരണത്താൽ ഈ മതിൽ ഏത് നിമിഷവും തകരാവുന്ന സ്ഥിതിയിൽ തന്നെയാണ് ബാക്കി ഭാഗങ്ങളും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഏക്കർ കണക്കിനുള്ള ഒരു ഏരിയ ഉള്ളതാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. അതിന് ചുറ്റുമതിലുമായി പല ഭാഗങ്ങളിലായി ഈ സംരക്ഷണ ഭിത്തി ഈ രീതിയിൽ തള്ളി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മതിലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അപ്പുറത്തൊക്കെ ഈ പുനർനിർമ്മിച്ച് ശക്തിപ്പെടുത്തിയ ഭാഗം കാണാം. പക്ഷേ ശക്തിപ്പെടുത്താത്ത രീതിയിൽ നിൽക്കുന്ന ഭാഗങ്ങൾ ഇനിയും നിരവധിയുണ്ട്. ആളുകൾ സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, അങ്ങനെ വിവിധ ഇടങ്ങളിലെ പരിതാപകരമായ അവസ്ഥ മാതൃഭൂമി ന്യൂസ് ചൂണ്ടിക്കാട്ടി, പല മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടി. അതിന് പിന്നാലെ അടിയന്തരമായി ചില നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എടുക്കുന്നതും നമ്മൾ കണ്ടു. ഇക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ആശുപത്രി അധികൃതരുമായി നമുക്ക് ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മോത്തി ആശുപത്രി സൂപ്രണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് PWD അധികൃതരോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. PWD അധികൃതർ ഇത് ഈ ഭാഗം തകർച്ചാ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുണ്ട്. അത് പുനർനിർമ്മിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ പരിശോധന നടത്തിയിരുന്നു. 2 ദിവസമായി ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ തരത്തിൽ അതിൻ്റെ നടപടികളിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും PWDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ തകർച്ചാ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ തന്നെ ഇന്നലെയൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. പല തവണയായിട്ട് നേരത്തെ പരാതി നൽകിയതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഈ കാര്യങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെയും ആശുപത്രിയുടെയും സംവിധാനങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുള്ളതായിരുന്നു. അത് പുനർനിർമ്മാണത്തിലുള്ള നടപടികളിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും PWDയും ഒക്കെ വിശദീകരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഈ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാനും ബാക്കിയുള്ള ശേഷിച്ച ഭാഗങ്ങളിൽ അത് ശക്തിപ്പെടുത്താനുമുള്ള അടിയന്തര നടപടികൾ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് വീണ്ടും ഇവിടെ ആവർത്തിക്കും.